സഹായിച്ചു എന്ന് വേണം പറയാൻ, ഇല്ലെങ്കിൽ അത് ഒരു ബുദ്ധിമുട്ടായേനെ. എന്താണെങ്കിലും പിന്നെ നമ്മുടെ വിഷയം ഐക്യം എന്ന വിഷയത്തെ കുറിച്ചാണ്. ഞാൻ ഈ പിന്നെ ഗ്രൂപ്പിന്റെ മീറ്റിങ്ങിൽ അതിനു മുമ്പ് കയറിയിട്ടില്ലെന്നാണ് എൻ്റെ ഓർമ്മ. എന്താണെങ്കിലും വളരെ സന്തോഷമുണ്ട്. ഒരു വാർഷികം ആഘോഷിക്കുന്ന ഈ വെസ്റ്റേൺ കൺട്രീസ് ഗ്രൂപ്പിന് എൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ അർപ്പിക്കുകയാണ്. ഈ ഐക്യത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഈ ചെറുപ്പത്തിലെ പിന്നെ പള്ളിക്കുരുത്തി പഠിക്കുമ്പോൾ തന്നെ കേട്ടിട്ടുണ്ട്, ഐക്യമത്യം മഹാബലം, ഒത്തുപിടിച്ചാൽ മലയും പോലും എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമുക്കൊരു ധാരണയുണ്ട്. പക്ഷെ ആൽക്കഹോളിക്സ് അനോണിമസിൽ നമ്മൾ വരുന്നു, നമ്മൾ മദ്യത്തിൽ നിന്ന് മാറി നിൽക്കുന്നു, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ 12 പടികൾ അനുസരിച്ച് ജീവിക്കുന്നു, നമ്മൾ സോബറാകുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഒരു ഗ്രൂപ്പ് എന്ന നിലയിൽ നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ, അതായത് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ 12 പടികൾ അനുസരിച്ച് സുബോധം കൈവരിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു കാര്യമാണ് മറ്റുള്ളവരെ സഹായിക്കുക എന്നത്. മറ്റുള്ളവരെ സഹായിക്കാൻ ഒരാൾക്ക് ഒറ്റയ്ക്ക് സാധിക്കുക ബുദ്ധിമുട്ടാണ്. കാരണം ഒറ്റയ്ക്ക് ഇതൊക്കെ പറ്റുമായിരുന്നെങ്കിൽ ആരും മീറ്റിങ്ങിന് വരുവോ ഈ ഗ്രൂപ്പിൽ ചേരുകയോ ഒന്നും ചെയ്യില്ല. സ്വന്തം കഴിവ് കൊണ്ട് എത്രയോ വർഷം മുമ്പ്, ഞാനൊക്കെ ഒരു 50 കൊല്ലം മുമ്പ് കുടി നിർത്തിയാണ്. കാരണം 4 പ്രാവശ്യം കുടിച്ചപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായതാണ്. അപ്പം എനിക്ക് കുടിക്കാതിരിക്കണമെങ്കിലും മറ്റുള്ളവരെ സഹായിക്കണമെങ്കിലും എനിക്ക് മറ്റുള്ളവരുടെ സഹായം വേണം. ഞാനൊരു ഗ്രൂപ്പിലാണെങ്കിലേ സാധിക്കുള്ളൂ. അപ്പോൾ ഒരു കൂട്ടം ചേർന്ന് നിൽക്കുമ്പോൾ, ഒന്നിലധികം ആളുകൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ, നമ്മൾ അത് ഒരുമിച്ച് നിൽക്കണമെങ്കിൽ പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഒന്നാമത്തെ പാരമ്പര്യത്തിൽ പറയുന്നത്. വ്യക്തിപരമായ മോചനം ഗ്രൂപ്പിന്റെ ഐക്യത്തെ ആശ്രയിച്ചിരിക്കുന്നു. അപ്പൊ ഞാനൊരു ൽ വന്നത് കേട്ടപ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം ഞാൻ നാട്ടുകാരെ രക്ഷിക്കാൻ വേണ്ടി വന്ന ആളല്ല, ഞാൻ കുടിക്കാതിരിക്കാൻ വേണ്ടി വന്ന ആളാണ്. അതായത് എന്റെ കുടി നിർത്താൻ വേണ്ടി ഞാൻ വന്നതാണ്. നാട്ടുകാർ കുടിക്കുന്നത് എനിക്ക് പ്രശ്നമല്ല. പക്ഷെ അവിടെ പറഞ്ഞത് അങ്ങനെയല്ല. പൊതു നന്മയാണ് ആദ്യം വരേണ്ടത്, പിന്നീടാണ് വ്യക്തിപരമായ മോചനം. അപ്പൊ വളരെ പ്രസക്തമായ ഒരു ചോദ്യം എന്റെ മനസ്സിൽ വന്നു. എനിക്ക് പ്രാധാന്യമില്ലേ? എന്നെക്കാൾ പ്രാധാന്യമുണ്ടോ ഈ ഗ്രൂപ്പിന്? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കുടിക്കാതിരിക്കുക എന്ന ഒരു ഉദ്ദേശം മാത്രമേ എനിക്കുള്ളൂ. വേറെ ആരും കുടിക്കാതിരിക്കണമെന്ന് എനിക്കൊരു ഉദ്ദേശമില്ല. പക്ഷെ പിന്നീട് തുടർന്ന് ഞാൻ മീറ്റിങ്ങുകളിൽ പങ്കെടുത്തപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. നമുക്കൊക്കെ അറിയാം, നമ്മളൊരു സ്ഥലത്തേക്ക് കടന്നു ചെല്ലുമ്പം, അതൊരു വീട്ടിലേക്ക് ആയിക്കോട്ടെ, ഒരു ഗ്രൂപ്പിലേക്ക് ആയിക്കോട്ടെ, 2 or 3 പേർ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്തേക്കാകട്ടെ, അവർ തമ്മിൽ ഐക്യത്തിലല്ലെങ്കിൽ നമ്മൾ അവിടെ നിൽക്കത്തില്ല. ഇപ്പൊ നിങ്ങളൊരു വീട്ടിലോട്ട് കയറി ചെല്ലുവാണ്. ഞാനൊരു വീട്ടിലോട്ട് കയറി ചെല്ലുവാണ്. ഒരു ദിവസം രാവിലെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ചെല്ലുവാണ്. മുറ്റത്തെത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി അവിടുത്തെ ഭാര്യയും ഭർത്താവും തമ്മിൽ ചെറിയൊരു തർക്കം നടക്കുന്നുണ്ട് അവിടെ എന്നെനിക്ക് മനസ്സിലായി. ഞാൻ കോളിംഗ് ബെൽ അടിച്ചു. അവർ ഇറങ്ങി വരും. അവരുടെ മുഖം കാണുമ്പോൾ നമുക്കറിയാം ഇവർ അത്ര സുഖത്തിലല്ല. പെട്ടെന്ന് ഞാൻ പറയും, എന്നെ അവിടെ നിന്ന് ഒരാൾ വിളിച്ചു, ടൗണിൽ നോക്കി നിൽപ്പുണ്ട്, ഞാൻ പിന്നെ ഒരു ദിവസം വരാം, ഇപ്പൊ ഞാൻ പോവുകയാണ്, സത്യത്തിൽ ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി വന്നതാണ്, പക്ഷെ ഇപ്പോൾ ഞാൻ കാണുന്നില്ല, ഞാൻ പോവുകയെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. സത്യത്തിൽ ഇതല്ലേ ആൽക്കഹോളിക്സ് അനോണിമസിൽ ഒരു ന്യൂ കവർ വരുമ്പോൾ സംഭവിക്കുന്നത്? ഗ്രൂപ്പിലുള്ള ആളുകൾ തമ്മിൽ തർക്കത്തിലാണ്, അല്ലെങ്കിൽ ഗ്രൂപ്പിലുള്ള ആളുകൾ തമ്മിൽ ഐക്യത്തിലല്ല എന്ന് കണ്ടാൽ പുതിയ ഒരാള് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പടിക്കൽ വന്ന് നിൽക്കും, അയാൾ മടങ്ങിപ്പോകും. നമ്മൾ എഴുന്നേറ്റ് നിന്ന് തർക്കിക്കുകയാണ്. ഗട്ടറിൽ വീണ് കിടക്കുന്നവൻ, കരകയറാത്തവൻ തലമുക്കി നോക്കുമ്പോൾ രക്ഷപ്പെട്ടവന്മാർ തമ്മിൽ തർക്കമാണ്. അവന്റെ മനസ്സിൽ പറയും, ഈ നാടുകൾ ഒരിക്കലും നന്നാകാൻ പോകുന്നില്ല, അയാൾ തല അങ്ങോട്ട് താത്തും. എന്ന് പറഞ്ഞാൽ അയാൾക്ക് രക്ഷപ്പെടാൻ ഒരു അവസരം ലഭിക്കുന്നില്ല. അപ്പൊ എന്തുകൊണ്ടും എങ്ങനെ ചിന്തിച്ചാലും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഗ്രൂപ്പിൽ ഐക്യം ഉണ്ടായിരിക്കണം. നമ്മൾ ആ ഒന്നാമത്തെ പാരമ്പര്യം നമ്മൾ വായിക്കുമ്പോൾ തന്നെ വിമാന അപകടത്തിൽപ്പെട്ട് കടലിൽ വീണ ആളുകൾ രക്ഷപ്പെട്ട ഒരു കഥയാണ് വായിക്കുന്നത്. അവർ ഒരുമിച്ച് നിന്നു, അതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു. ഒരുമിച്ച് നിന്നാൽ രക്ഷപ്പെടാൻ സാധിക്കും. ഇത് തന്നെയാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഒരു ഗ്രൂപ്പിൽ ഉള്ളവർ ഒരുമിച്ച് നിന്നാൽ രക്ഷപ്പെടാൻ സാധിക്കും. ഒരുമിച്ച് നിൽക്കാൻ എന്താണ് നാം ചെയ്യേണ്ടത്?
വളരെ കൃത്യമായ ചില കാര്യങ്ങൾ നമ്മുടെ സഹസ്ഥാപകനായ ബിൽ ഡബ്ല്യു നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ത്യാഗവും നിസ്വാർത്ഥതയുമാണ്. അതാണ് നമ്മളെ ഡിസിപ്ലിൻ പിന്നെ ഡിസിപ്ലിൻ നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ ത്യാഗവും അതോടൊപ്പം തന്നെ നമ്മുടെ നിസ്വാർത്ഥതയും. എവിടെയായി തർക്കങ്ങൾ ഉണ്ടാകുന്നത്? എവിടെയാണ് ഐക്യം നഷ്ടപ്പെടുന്നത്? ഓരോരുത്തരുടെയും സ്വാർത്ഥതയും അതുപോലെ തന്നെ ഈഗോയും. ഇത് രണ്ടുമാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പൊ എന്തുകൊണ്ട് നമ്മൾ ഈ പാരമ്പര്യങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ തയ്യാറാകുന്നു? കാരണം അത് നല്ലതാണ്. നമുക്കറിയാം, നന്മയാണ് എപ്പോഴും മനുഷ്യൻ കാക്ഷിക്കുന്നത്. അത് തന്നെയാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. വിനയമുള്ളവരെയാണ് നമ്മൾ എപ്പോഴും ഇഷ്ടപ്പെടുന്നത്. നെഞ്ചു വിരിച്ചു നിൽക്കുന്നവരെ ആരും ഇഷ്ടപ്പെടാറില്ല. മദ്യാസക്തരായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ രോഗികളാണ്. ചന്തയിൽ നിൽക്കുന്ന മുട്ടാളനും ICUവിൽ കിടക്കുന്ന ആളും തമ്മിലൊരു വ്യത്യാസമുണ്ട്. ഒരാൾ പരിമിതികളിലാണ് ജീവിക്കുന്നത്, മദ്യാസക്തൻ പരിമിതികളിലാണ് ജീവിക്കുന്നത്. അവന് ചില ത്യാഗങ്ങൾ ചെയ്തേ മതിയാകൂ, സ്വാർത്ഥത കൈവിടിഞ്ഞേ മതിയാകൂ. സാധാരണ മനുഷ്യരെ പോലെ ചങ്കി വിരിച്ച് നടക്കാനും തർക്കങ്ങളിൽ ഏർപ്പെടാനും സ്വന്തം കാര്യം നടപ്പിൽ വരുത്താൻ പടപൊരുതാനും നമുക്ക് സാധ്യമല്ല. നമുക്കത് അസാധ്യമാണ്. പല മീറ്റിങ്ങുകളും പിന്നെ ഞാൻ ശ്രദ്ധയിൽപ്പെട്ട പല കാര്യങ്ങളും ഉണ്ട്. ഇപ്പൊ ഒരിക്കൽ ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു പോസ്റ്റർ അടിച്ച് ആൽക്കഹോൾസ് അനോണിമസിന്റെ ഒരു PI വെക്കാം. അപ്പൊ ഒരാൾ പറഞ്ഞു നമുക്കത് എവിടെയും മരത്തേക്കടയൊക്കെ അടി അടിച്ചു വെക്കാം. ഒരാൾ പറഞ്ഞു മരത്തെ അടിച്ചാൽ പോള പോകലെ, എന്തിനാ, അതുകൊണ്ട് കാര്യമില്ല. അപ്പം വേറൊരാൾ പറഞ്ഞു എന്നാ നമുക്ക് പറഞ്ഞു അതിന് KSE. അപ്പൊ ഇവിടെ എന്ത് ഭാവങ്ങൾ നടന്നാലും ഒരു തീരൂ. നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ നടക്കണം, നമ്മൾ പറഞ്ഞത് തന്നെ നടക്കണം എന്ന് നമ്മൾ ശടിച്ചിട്ട് കാര്യമില്ല. ഒരു വാർഷികം കോഴി ബിരിയാണി വെക്കാൻ തീരുമാനിച്ചു. പൈൽസ് ഉള്ളവൻ പറയാ അത് പറ്റിയല്ല, കോഴി ബിരിയാണി പറ്റിയല്ല എന്ന് പറയും. അപ്പൊ നമ്മൾ വെൽഫെയർ എന്ന് പറയുന്നത് മറന്നു പോകുവാണ് പലപ്പോഴും. അപ്പൊ നമ്മൾ എപ്പോഴും നമ്മളുടെ സ്വന്തം താല്പര്യങ്ങൾ അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ബില്ല് പറഞ്ഞത് നിസ്വാർത്ഥതയും ത്യാഗവുമാണ് നമ്മുടെ ഐക്യം നിലനിൽക്കുള്ളൂ. അപ്പൊ ഓരോരോ കാര്യങ്ങൾ, ഓരോരോ സംഭവങ്ങൾ നമ്മളെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോഴും ഗ്രൂപ്പിന്റെ പല പല പ്രശ്നങ്ങളിലും പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നതിനിടയിൽ പലപ്പോഴും ചില കാര്യങ്ങളിലൊക്കെ ചിലരെങ്കിലും ശാഠ്യം പിടിക്കുന്നത് കാണാറുണ്ട്. ഇനി അത് ശരിയാണെങ്കിലും അല്ലെങ്കിലും നമ്മൾ പൊതുവായ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മളുടെ നിശ്ചയങ്ങളെയും നമ്മളുടെ ആഗ്രഹങ്ങളെയും നമ്മൾ അങ്ങ് വിട്ടുകൊടുക്കുക. ഇപ്പൊ ഞാൻ പലപ്പോഴും നമ്മളൊരു കുടുംബത്തിൽ ഇതേ പ്രശ്നങ്ങൾ പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകാറുണ്ട്. ഇപ്പൊ ഞാനൊരു കാർ വാങ്ങാൻ തീരുമാനിച്ചു. അപ്പൊ എന്റെ സാമ്പത്തിക ഭദ്രത അനുസരിച്ച് ഒരു സെക്കൻഡ് ഹാൻഡ് കാർ വാങ്ങാനേ സാധിക്കുള്ളൂ. ഞാൻ വീട്ടിൽ പോയി കാര്യം അവതരിപ്പിക്കുന്നു. ഭാര്യ മക്കളും പറയുന്നു പഴയ കാർ കൊണ്ട് ഇങ്ങനെ കൊണ്ട് വരണം, വാങ്ങുവാണെങ്കിൽ പുതിയത് വാങ്ങിയാണ്. പുതിയത് വാങ്ങാൻ എൻ്റെ അടുത്തിട്ട് കാശുമില്ല. ഇതിനൊരൊറ്റ പരിഹാരമേ ഉള്ളൂ, ആരെങ്കിലും ഒരാൾ വിട്ടുവീഴ്ച ചെയ്തേ മതിയാകും. ഞാൻ ഓർക്കുന്നത് ഒരിക്കല് ഒരു ദിവസം വൈകുന്നേരം ഒരു 5 മണിയായപ്പം എൻ്റെ ഒരു മകളേ ഉള്ളൂ. അവള് പ്രായപൂർത്തിയായി 22 വയസ്സുണ്ട്. പെട്ടെന്ന് എന്നോട് പറഞ്ഞു നാളെ ഞാൻ കുറുമ്പാലക്കോട്ടയിൽ പോവുക എന്ന് പറഞ്ഞ. കുറുമ്പാലക്കോട്ട എന്ന് പറഞ്ഞൊരു മലയാണ്, അവിടെ ആരെങ്കിലും സുഹൃത്തുക്കളൊക്കെ കൂടി പോയി ചെറിയ റിസ്ക്കുള്ള സ്ഥലമാണ്. പെട്ടെന്ന് എൻ്റെ വായിൽ വന്ന് പോകണ്ട, നാളെ പോകണ്ട, പിന്നീട് ഒരു ദിവസം പോകാം. അപ്പൊ നീ കൊച്ചൊരു നീൽക്കമലിന്റെ ഒരു പുതിയ കസേര ഞാൻ വാങ്ങി, അതേല ഇരിക്കുന്ന കസേര അങ്ങ് എഴുന്നേറ്റ് കസേര എടുത്ത് നിലത്തിൽ തുറക്കുകയാണ്. അപ്പൊ ഞാനൊന്നും മിണ്ടിയില്ല, ഞാനൊന്നും പറഞ്ഞില്ല. ഞാൻ അവിടെ നിന്ന് അങ്ങ് പോയി കുളിച്ച് ഞാൻ ടൗണിൽ പോയി. ഒരു 9 മണിയായപ്പോൾ തിരിച്ചു വന്നു. പിറ്റേ ദിവസം നേരെ എടുത്തപ്പോഴും ഒരു 9 മണിയായപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അത് ഇന്നലെ ശരിയാ, തെറ്റായി പോയി. അതുകൊണ്ടാണ് അത് സംഭവിച്ചത്. അതാണ് ഇതിന്റെ കാരണം. അതിന് ഉത്തരവാദിത്തമുണ്ടല്ലോ. അത്ര ഒരു പ്രവൃത്തി ചെയ്തെങ്കിൽ എന്താണ് അത് ചെയ്യാനുള്ള കാരണം? അപ്പൊ പെട്ടെന്ന് അതിനൊരു മറുപടി കിട്ടിയില്ല. പക്ഷെ
ഞാനത് പറഞ്ഞു, ഒരു ഗ്രൂപ്പ് ആയിട്ട് നിൽക്കുമ്പോൾ ഒന്നിലധികം ആളുകൾ ചേരുന്ന ഒരു ഗ്രൂപ്പിൽ എല്ലാവരുടെയും ആഗ്രഹം നടക്കുകയില്ല. ഇത് നടക്കാതെ പോകാൻ ഒരു കാരണമുണ്ട്. ഒരാളുടെ ആഗ്രഹത്തിന് എതിരായിരിക്കും മറ്റൊരാളുടെ ആഗ്രഹം. നമ്മൾ ഗ്രൂപ്പുകളിൽ നമ്മൾ തർക്കം ഉണ്ടാകുന്ന ഒറ്റ വിഷയമേ ഉള്ളൂ. എൻ്റെ അനുഭവത്തിന്, അതായത് ഇപ്പോഴും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മറ്റു മദ്യപാനികളെ സഹായിക്കാൻ വേണ്ടി കാണിക്കുന്ന വ്യഗ്രതയും ജാഗ്രതയും പലപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങൾ വരും. വേഗത പോരാ എന്ന് ചിലർ പറയും, അത് അങ്ങനെയല്ല ചെയ്യേണ്ടതെന്ന് പറയും, അത് ഇങ്ങനെയാണ് ചെയ്യുക. അല്ലാതെ ആരുടെ വീട്ടിലെ പട്ടയത്തിന്റെ വീടിന്റെ റോഡിന്റെയും കാര്യം പറഞ്ഞ് തർക്കം ഉണ്ടാക്കുന്ന ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോഴും മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന മദ്യാസക്തരെ സഹായിക്കാനുള്ള 12-ാം പടി പ്രവർത്തന ചൊല്ലിയാണ്, അതിന്റെ അടിസ്ഥാനത്തിലാണ് പലപ്പോഴും തർക്കങ്ങൾ വരുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അതില് പലരും പല അഭിപ്രായങ്ങളും പറയും. അവിടെയാണ് കോമൺ വെൽഫെയർ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരാൾ പറയുന്നതിനെതിരായിരിക്കും വേറൊരാൾ പറയുന്നത്. ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ, ആരെങ്കിലും ഒരാൾ വിട്ടുവീഴ്ച നടത്തുക. ഇപ്പൊ പണ്ട് ഞാനൊരു കാര്യം പറയാറുണ്ട്, നമ്മൾ ഈ ഐക്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു ദിവസം നേരം വെളുത്തു, മഴ പെയ്തു, കൃഷിക്കാരനാണ്, പിതാവ് മക്കളെ വിളിച്ചു. എന്താ മക്കളെ ഇന്നത്തെ ജോലി എന്ന് മക്കൾ പിതാവിനോട് ചോദിച്ചു. അപ്പം മക്കളിൽ ഒരുത്തൻ പറഞ്ഞു, നമുക്ക് കപ്പ അങ്ങ് നട്ടാലോ, മരച്ചീനി അങ്ങ് നട്ടാലോ എന്ന് പറഞ്ഞു. അപ്പൊ വേറൊരാൾ പറയാ, കഴിഞ്ഞ കൊല്ലം നട്ടിട്ട് മുളച്ചില്ല, നമുക്കൊരു കാര്യം ചെയ്യാം, ഇക്കൊല്ലം നമുക്ക് ചേന നടാം. അപ്പൊ വേറൊരുത്തൻ പറയുക, അല്ല ചേനയും കപ്പയും നട്ടിട്ട് കാര്യമില്ല, കാശില്ല, ഇക്കൊല്ലം നല്ല വില. അപ്പൊ അവിടെ ഒരു തർക്കം വരുവാണ്. അപ്പൊ പലപ്പോഴും നമ്മൾ ശ്രദ്ധയിൽപ്പെടാറുള്ള ഒരു കാര്യം, ഈ എതിരഭിപ്രായം പറഞ്ഞവൻ തൂമ്പ എറിഞ്ഞിട്ട് പോക്കുണ്ട്. നിങ്ങൾ എന്നെ കോപ്പാണം ചെയ്തോ, ഞാനില്ല എന്ന് പറഞ്ഞിട്ട് പോക്കുണ്ട്. അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. മറ്റുള്ളവരുടെ എന്ത് തന്നെ ആയാലും, നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യമായാലും ഇഷ്ടപ്പെടാത്ത കാര്യമായാലും നമ്മൾ അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകണം, അതിനോട് നമ്മൾ യോജിക്കണം. നമ്മൾ അത് ഇട്ടെറിഞ്ഞു പോകുകയല്ല ചെയ്യുന്നത്. അവിടെയാണ് ഐക്യത്തിന്റെ പ്രസക്തി കയറി വരുന്നത്. എനിക്ക് ഈ ഐക്യത്തെക്കുറിച്ച് ഇതിനെക്കുറിച്ച് സംസാരിച്ച് സമയം ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ എന്താണെങ്കിലും ഞാൻ ഇതിന് കൂടുതൽ ഒത്തിരി നീട്ടിക്കൊണ്ടു പോകാൻ ഉണ്ട ഒരു വിഷയമല്ല. വളരെ ചുരുക്കത്തില് ഉള്ള കാര്യങ്ങൾ തന്നെയാണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. ആൽക്കഹോൾസ് അനോണിമസിലെ ഐക്യം എന്ന് പറയുന്നത്, അതിന്റെ ആണിക്കല്ല് എന്ന് പറയുന്നത്, നമ്മളുടെ ആ സ്വാർത്ഥതയും അഹങ്കാരവും നമ്മൾ മാറ്റിവെക്കുക, ഒരു ത്യാഗ മനോഭാവവും അതുപോലെ തന്നെ നിസ്വാർത്ഥതയും നമ്മൾ കൈമുതലായി സ്വീകരിച്ചാൽ ഏതൊരു ഗ്രൂപ്പിലും, അത് ലാണെങ്കിലും വീട്ടിലായാലും കുടുംബത്തിലായാലും ജോലി സ്ഥലത്തായാലും ഏതൊരു ഗ്രൂപ്പിലായാലും അത് വർക്ക് ചെയ്യും, അത് വിജയിക്കും എന്നുള്ള ഒരു അനുഭവമാണ് എൻ്റെ ജീവിതത്തിലും അതുപോലെ തന്നെ ലും അതുപോലെ ജോലി സ്ഥലത്തും ഒക്കെ എനിക്ക് അനുഭവപ്പെട്ടത് അങ്ങനെ തന്നെയാണ്. അപ്പം ഇത്രയൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളൂ. എന്താണെങ്കിലും എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ വാർഷികം സംഘടിപ്പിച്ചവർക്കും അതിന്റെ സംഘാടകർക്കും അതിലെ അംഗങ്ങൾക്കും എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു.